നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഈ കാണിക്കുന്ന ഫോട്ടോ കണ്ടോ? അപ്പോൾ നിങ്ങൾ കണ്ടപാടെ പറയുമ്പോൾ ഇത് നമ്മുടെ ബഹിരാകാശ റഹിമല്ലേ, ലുട്ടാബി റഹിമല്ലേ എന്നൊക്കെ പറയും. അതൊക്കെ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ കളിയാക്കി വിളിക്കുന്ന പേരാണ്. അദ്ദേഹത്തിൻ്റെ പേര് എ റഹീം എന്നാണ്. അദ്ദേഹമാണ് തിരുവനന്തപുരത്തെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി. മാത്രമല്ല അദ്ദേഹം രാജ്യസഭ MP കൂടിയാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു മുസ്ലിം വിശ്വാസിയാണ്, മുസ്ലിം വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റുകാരനാണ്. തീർച്ചയായിട്ടും അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ അമൃതയും 2 കുട്ടികളൊക്കെ ആയിട്ടുള്ള ഫോട്ടോ ഇട്ടിട്ട് ഏവർക്കും ബക്രീദ് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നല്ല കാര്യം, എല്ലാ വിശ്വാസികളായിട്ടുള്ളവരും അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ്. ഇനി അതേ സമയം തന്നെ സമാനമായിട്ട് ഞാൻ മറ്റൊരു വാർത്ത കാണിക്കുക. അത് കൈരളി ചാനലിൽ വന്ന വാർത്തയാണ്. അവിടെ ഒരു പിതാവ് തൻ്റെ മകനെ ഓർത്ത് അഭിമാനിക്കുകയാണ്. ആ മകൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടല്ല, അത് ആ മകൻ SP ഓഫീസിലേക്കുള്ള മാർച്ചിൽ ആക്രമണം നടത്തി ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അതായത് ഈ പെരുന്നാളിൽ എൻ്റെ മകൻ കൂടെ ഇല്ലാത്ത പെരുന്നാളാണ്, പക്ഷേ എനിക്ക് അവനെ ഓർത്ത് സന്തോഷമാണ്, അഭിമാനമാണ് എന്ന തരത്തിലിട്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ അഭിമാനമൊക്കെ അങ്ങ് പോയിക്കോളും. ഇത് പക്ഷേ മറ്റൊരു കേസിലാണ് കേട്ടോ. ഇത് ED ആക്രമിച്ച കേസല്ല, ഇത് SFI-കാരനാണ് ഈ ചെറുക്കൻ. അത് മറ്റൊരു കേസാണ്. പക്ഷേ അത് അത്രമാത്രം ഗുരുതരമാണ് എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് തന്നെ അവർക്ക് ഒത്തുതീർപ്പൊക്കെ ഉണ്ടാക്കി ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന കേസായിരിക്കാം. എന്നാൽ ED ആക്രമിച്ച കേസ് അങ്ങനെയല്ല. ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വിചാരിച്ചു കഴിഞ്ഞാൽ ഒത്തുതീർപ്പാകുന്ന കേസല്ല. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരേ ആഘോഷത്തിന് ഒരേ മതത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള 2 പേർ, അതിലൊരാൾ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ സ്വന്തം ഭാര്യയും കുട്ടികളുമായിട്ട് ബക്രീദ് ആശംസ നേർന്നിരിക്കുന്നു. അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നു. വളരെ ചിരിച്ച സന്തോഷമായിട്ടാണ് നിൽക്കുന്നത്. അതേസമയം തന്നെ അയാളുടെ ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന അയാളുടെ പാർട്ടി തന്നെ ഒരാൾ തൻ്റെ മകൻ ഈ പെരുന്നാളിന് കൂടെ ഇല്ല, അപ്പോഴും അഭിമാനിക്കുകയാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ, പക്ഷേ മകൻ ജയിലിലാണ്. ഇനി സമാനമായിട്ടുള്ള കേസിൽ ED ആക്രമിച്ചതിൻ്റെ പേരിൽ കുറേ പേര് അകത്ത് കിടപ്പുണ്ട്. അവരുടെയൊക്കെ ഭാവി ജീവിതം എങ്ങനെയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. നേതാക്കന്മാർക്ക് ഒരു കുഴപ്പവുമില്ല നേതാക്കന്മാർക്ക്. അതിൻ്റെ തെളിവാണ് എ റഹീമിൻ്റെ ഈ ഫോട്ടോ തന്നെ. അതേസമയം ഇദ്ദേഹം ഈ ഫോട്ടോ ഇട്ട് കളിക്കുന്ന സമയത്ത് ചീമുട്ട ഗുണ്ട ബിനു എന്നൊക്കെ പറഞ്ഞ് ഇപ്പം സോഷ്യൽ മീഡിയ പേരിട്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ, IP ബിനു എന്ന് പറഞ്ഞ നേരത്തെ കുന്നുകുഴി വാർഡിലെ കൗൺസിലറായിരുന്ന, അതായത് AK സെൻ്ററൊക്കെ നിൽക്കുന്ന കുന്നുകുഴി വാർഡിൻ്റെ കൗൺസിലറായിരുന്ന ആ IP ബിനു ഇതേ സമയം ഒളിസങ്കേതം നോക്കി പാഞ്ഞു നടക്കുകയായിരുന്നു. ഒടുവിൽ അയാളെ പോലീസ് പിടിച്ചൊന്നും കീഴടങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒരു സൈഡിൽ അവരുടെ നേതാക്കന്മാർക്ക് ഇതൊന്നും ബാധകമല്ല. എന്നാൽ എ റഹീമൊക്കെ സംഭവ സ്ഥലത്തുണ്ടായിരുന്നതാണ്. ഒരുപക്ഷെ ഇവരൊക്കെ രഹസ്യമായിട്ടെങ്കിലും ആക്രമിക്കാൻ നേതൃത്വം കൊടുത്തവരായിരിക്കാം, രഹസ്യമായിട്ടെങ്കിലും പറഞ്ഞവരായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ ഇവരെയൊന്നും ഇത് ബാധിച്ചിട്ടില്ല. ഇനി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളും അന്നേ ദിവസം എല്ലാ ദിവസത്തെയും പോലെ പതിവ് പോലെ ഭക്ഷണം കഴിച്ചു. അവർ ആ കൃത്യസമയത്ത് തന്നെ ഉറങ്ങിയും കാണും. പക്ഷേ അവർക്ക് വേണ്ടി ഈ അഭ്യാസങ്ങളെല്ലാം കാണിച്ചവർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കാലം ഓടും? ഒടുവിൽ എല്ലാവരെയും പിടിക്കും. എല്ലാവരെയും പിടിച്ചതിന് ശേഷം അവരെ ശിക്ഷിക്കുകയും ചെയ്യും. ആർക്ക് പോയി? അതാണ് ചിന്തിക്കേണ്ടത്. ഇനി എല്ലാം പോട്ടെ. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ വന്നിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. ED എന്നോട് ഒന്നും ചോദിച്ചില്ല, ഒരു ചോദ്യവും ED എന്നോട് ചോദിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ പാർട്ടിക്കാരന്മാർ, ഈ പാർട്ടി ഗുണ്ടകൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ തെമ്മാടിത്തരമെല്ലാം കാണിച്ചത്? പിണറായി വിജയനോട് ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല. ചോദ്യമൊക്കെ ചോദിച്ച് എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ മാത്രമല്ലേ അറസ്റ്റിലേക്കൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദ്യമേ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ മകളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആ മകൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്, താമസിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ കയറേണ്ടി വന്നത്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗുണ്ടകൾ, ഈ പാർട്ടി ഗുണ്ടകൾ ഈ തെമ്മാടിത്തരമെല്ലാം കാണിച്ചത്? ഒരു പാർട്ടി മെമ്പർ പോലും അല്ലാത്ത, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത, ഒരിക്കൽ പോലും ജീവിതത്തിൽ ഇൻകുലാബ് സിന്ദാബ് വിളിച്ചിട്ടില്ലാത്ത വീണ തൈക്കണ്ടി എന്ന പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും തെമ്മാടിത്തരം കാണിച്ചത്. ഇനി അതിന് അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ ജാമ്യത്തിലിറക്കാനോ ഒന്നും വീണ തൈക്കണ്ടി ഒന്നും വരാൻ പോകുന്നില്ല. നിങ്ങളുടെ അതാത് ഏരിയയിലെ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയോ ഏരിയ സെക്രട്ടറിയോ ഒക്കെ കുറച്ച് കാലമൊക്കെ വരും. പക്ഷേ ഈ കേസ് നീണ്ടു പോകുന്നതോറും അവർ തന്നെ കുറേ കഴിയുമ്പോൾ ചോദിക്കും, നിനക്കൊക്കെ നിന്നോടൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടാണോ പോയി ED ഉപദ്രവിച്ചത് എന്ന് ചോദിക്കും. ഒടുവിൽ നിങ്ങൾ തന്നെ തലയിൽ കൈവച്ചുകൊണ്ട് സ്വയം ശപിക്കും, ഏത് നശിച്ച സമയത്താണ് എനിക്കിത് തോന്നിയത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നേതാക്കൾക്ക് എല്ലാ ദിവസവും പോലെ ഒരു സാധാരണ ദിവസമായിരിക്കും. പക്ഷേ അണികൾക്ക് അങ്ങനെയല്ല. തള്ളിമറിക്കാം, എൻ്റെ മകൻ ജയിലിൽ പോയി, അത് കമ്മികളായിട്ടുള്ളവർ മാത്രം എന്തോ വലിയ കാര്യമായിട്ട് കാണും. ജനങ്ങൾ പരിഹസിച്ച് ചിരിക്കും. കാരണം ഇപ്പോൾ സ്വാതന്ത്ര്യ സമരമൊന്നും നടക്കുന്നില്ല. പിന്നെ എന്തിനാണ് ജയിലിൽ പോയത്? പോലീസിനെ ആക്രമിച്ചിട്ട് അല്ലെങ്കിൽ ED ആക്രമിച്ചിട്ട്? വലിയ ആനക്കാര്യം തന്നെയാണല്ലോ.